എല്ലാവർക്കും അല്ലൂസ് നാച്ചുറൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ്. അതിനാവശ്യമുള്ള സാധനം ചക്ക ഞാൻ മുറിച്ച് വെച്ച് ഒരു ബൗളിൽ നിറയെ അരിഞ്ഞു വെച്ചത്, ഒരു കുടം വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, ഒരു തേങ്ങ, ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 8 എണ്ണം. ഞാനൊരു പാത്രം എടുത്തു. അതിനകത്തേക്ക് ചക്കയും അല്പം വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ച് നമുക്ക് എടുക്കാം. ഞാൻ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ, ആവി കയറി കഴിയുമ്പോൾ ചക്ക വെന്ത് വരും. എന്നിട്ട് നമുക്ക് ബാക്കി അരപ്പ് ഇട്ട് കൊടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, മഞ്ഞള്, തേങ്ങ എന്നിവ അരച്ച് നമുക്ക് ചതച്ചെടുക്കാം. തേങ്ങയുടെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സി കഴുകിയ അല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് പാത്രം അടച്ച് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ചക്ക വേവിച്ചതിനകത്ത് നമ്മൾ തേങ്ങ വറുത്തതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കടുകും വറക്കുന്നില്ല. ഇത് അല്പം എണ്ണ മാത്രം മുകളിൽ തൂക്കി കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടിയുള്ള ഒരു തവിയും കൊണ്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ചക്ക വേവിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വേവിച്ചത് തയ്യാറായിട്ടുണ്ട്. ചക്ക വേവിച്ചതിൻ്റെ കൂടെ നല്ല മുളകിട്ട മത്തിക്കറിയാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.